2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിങ്ങിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റിൽ ചെയ്തിട്ടുള്ള വോട്ടുകൾ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. അതിനുവേണ്ടി ഒരു ട്രെയിനിങ് വീഡിയോ ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ കൺട്രോൾ യൂണിറ്റിൽ ആവശ്യമായ സീലുകൾ ചെയ്ത് രേഖപ്പെടുത്തലുകൾ വരുത്തി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ചെയ്തിട്ടുള്ള വോട്ടുകൾ എണ്ണുന്നതിന് വേണ്ടി ഓരോരോ LACയിലെയും ഓരോരോ പോളിംഗ് സ്റ്റേഷനിലെയും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കൺട്രോൾ യൂണിറ്റ് അടങ്ങിയ ബോക്സ്, ഇത്തരത്തിലുള്ള ബോക്സ് സീൽ ചെയ്ത് വെച്ചിട്ടുള്ളത് വാക്സ് സീലിംഗ് ഇന്ന പോളിംഗ് സ്റ്റേഷനിലെ ഏത് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി ആണ് എന്നും ഏത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ആണ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള ബോക്സാണ് കൗണ്ടിംഗ് ടേബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് പ്രകാരം എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ ബോക്സ് നമ്മുടെ ടേബിളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായി ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏത് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി, ഏത് LAC, ഏത് പോളിംഗ് സ്റ്റേഷൻ എന്നുള്ളത് നോക്കി അതിൻ്റെ ബാക്ക് സൈഡിൽ ഏജന്റന്മാരുടെ സിഗ്നേച്ചറുകൾ ബാക്ക് സൈഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പരിശോധിക്കുവാൻ വേണ്ടി കാണിച്ചുകൊണ്ട് അവരുടെ അനുവാദത്തോടു കൂടി ഈ പെട്ടി ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഭാഗത്തേക്ക് എൻ്റെ ഹോൾഡിംഗ് നമ്മുടെ അഭിമുഖമായി വെച്ചുകൊണ്ട് അതിൻ്റെ ലാച്ചുകൾ ഓപ്പൺ ചെയ്ത് ഈ പെട്ടി തുറക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൺട്രോൾ യൂണിറ്റ് നമ്മുടെ ടേബിളിൽ ഇത്തരത്തിൽ വെക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ഏജന്റന്മാർക്ക് കൺട്രോൾ യൂണിറ്റിലെ അഡ്രസ് ടാഗുകൾ പരിശോധിക്കുവാൻ അവസരം നൽകിക്കൊണ്ട് ഇത്തരത്തിൽ ടേബിളിൽ വെക്കുക. കൺട്രോൾ യൂണിറ്റിൽ ഈ അഡ്രസ് ടാഗിന് പുറമെ ഗ്രീൻ പേപ്പർ സീൽ ഉണ്ടാകും. ഗ്രീൻ പേപ്പർ സീലിൽ നമ്പർ ഓൾറെഡി ഫിക്സഡ് ആയിട്ടുള്ള നമ്പർ ഉണ്ടാകും. ഈ നമ്പർ സ്ഥാനാർത്ഥികളുടെ ഏജന്റന്മാർക്ക് പരിശോധിക്കാം. അതുപോലെ തന്നെ അഡ്രസ് ടാഗിലുള്ള ഈ നമ്പറുകൾ തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് റിസൾട്ട് സെക്ഷൻ സീൽ ചെയ്ത് സൂക്ഷിച്ചിട്ടുള്ള അഡ്രസ് ടാഗിൻ്റെ ഈ നമ്പർ പരിശോധിക്കാം. സ്ഥാനാർത്ഥികളുടെ ഏജന്റന്മാരുടെ ഒപ്പുകൾ അവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഇത്തരത്തിൽ പരിശോധന പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ കൺട്രോൾ യൂണിറ്റിൻ്റെ മുകളിൽ ബാക്ക് സൈഡിലുള്ള ടോഗിൾ സ്വിച്ച്, ഈ കാണുന്ന സ്റ്റീൽ കളറിലുള്ള ടോഗിൾ സ്വിച്ച് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഓണാവും. ഓണായി കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള EVM ഈസ് ഓൺ എന്നുള്ള ഡിസ്പ്ലേ ഉണ്ടാകും. അതിൻ്റെ ഒരു സെൽഫ് ചെക്കിംഗ് കൺട്രോൾ യൂണിറ്റ് നടത്തുന്നത് ഡിസ്പ്ലേ പാനലിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഡേറ്റ്, ടൈം, ഇലക്ഷൻ നടന്ന ഡേറ്റും അതിലെ ടൈമും നമുക്ക് ഡിസ്പ്ലേ പാനലിൽ കാണിച്ചു തരും. അതുപോലെ തന്നെ കൺട്രോൾ യൂണിറ്റിൻ്റെ സീരിയൽ നമ്പർ ഡിസ്പ്ലേ ചെയ്യപ്പെടും. അതുതന്നെയായിരിക്കും നമ്മുടെ അഡ്രസ് ടാഗിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ തന്നെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഡിസ്പ്ലേ ചെയ്യും. ഡിസ്കവറിംഗ് യൂണിറ്റ്സ് എന്നുള്ള ഒരു ഡിസ്പ്ലേ ഉണ്ടാകും. മറ്റ് VVPATO ബാലറ്റിംഗ് യൂണിറ്റോ കണക്ട് ചെയ്തിട്ടില്ല എങ്കിലും EVM ഈസ് റെഡി എന്നുള്ള മെസ്സേജ് ഉണ്ടാകും. ഇത്തരത്തിൽ മെസ്സേജ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ബട്ടൺ കൺട്രോൾ യൂണിറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള ഇടതേ സൈഡിലുള്ള ടോട്ടൽ ബട്ടൺ പ്രസ് ചെയ്ത് ടോട്ടൽ എത്ര വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ബാറ്ററി
പെർസെൻറ്റേജ് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം ഡേറ്റ് ടൈം ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ഡിസ്പ്ലേ ചെയ്യുന്നു. തുടർന്ന് ടോട്ടൽ പോൾഡ് വോട്ട്സ് എത്രയാണ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ ടോട്ടൽ വോട്ട്സ് എത്രയാണ് എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത് അതുതന്നെയാണോ 17C തിരഞ്ഞെടുപ്പിൻ്റെയാണ് പ്രിസൈഡിംഗ് ഓഫീസർമാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പരിശോധിച്ചുകൊണ്ട് അത് ഉറപ്പുവരുത്തിയതിന് ശേഷം EVMൻ്റെ കൺട്രോൾ യൂണിറ്റിൻ്റെ റിസൾട്ട് സെക്ഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. റിസൾട്ട് സെക്ഷൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഈ ഭാഗത്ത് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഈ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യാം. ആ സമയം നമുക്കിവിടെ ഗ്രീൻ പേപ്പർ സീലിന് യാതൊന്നും സംഭവിക്കാത്ത നിലയിൽ തന്നെ ഇവിടെ ഇരിക്കുന്നത് കാണാം. ഈ കാണുന്ന മെയിൻ ഡോറ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ ടോയിൻ കട്ട് ചെയ്തതിന് ശേഷം ഈ ടോയിൻ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യുക. ടോയിൻ അഡ്രസ്സാക്കി കട്ട് ചെയ്ത് മാറ്റിവെച്ചു. ഇവിടെയുള്ള റിസൾട്ട് സെക്ഷൻ്റെ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുന്നതിന് ഇവിടെയുള്ള ഈ ഗ്യാപ്പിൽ വിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ പേപ്പർ സീല് ബ്രേക്ക് ആയിക്കൊണ്ട് മെയിൻ ഡോർ ഓപ്പൺ ആകും. മെയിൻ ഡോർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ മെയിൻ ഡോറിലുള്ള റിസൾട്ട് സെക്ഷൻ്റെ മെയിൻ ഡോറിൽ ക്ലോസ് ചെയ്ത് സീൽ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ടാഗ് പരിശോധിക്കാവുന്നതാണ്. സ്ഥാനാർത്ഥികളുടെ ഏജന്റന്മാർക്ക് പരിശോധിക്കാം. ഈ സ്പെഷ്യൽ ടാഗിലെ നമ്പർ പരിശോധിക്കാവുന്നതാണ്. ഈ സ്പെഷ്യൽ ടാഗ് വാക്സ് സീലിംഗ് നടത്തിയിട്ടുള്ളതായിരിക്കും. അത് അത്തരത്തിൽ വെച്ചുകൊണ്ട് തന്നെ റിസൾട്ട് സെക്ഷൻ്റെ റിസൾട്ട് ബട്ടൺ പ്രിന്റിൻ്റെ മുകളിൽ കാണുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടിംഗ് റിസൾട്ട് എന്നുള്ള ഡിസ്പ്ലേ ഉണ്ടാകും. പോൾ റിസൾട്ട്, പോൾ ഡേറ്റ് എന്നിവ ഡിസ്പ്ലേ ചെയ്യപ്പെടും. പോളിംഗ് സ്റ്റാർട്ട് ടൈം, പോളിംഗ് എൻഡ് ടൈം ഡിസ്പ്ലേ ചെയ്യപ്പെടും. സീരിയൽ നമ്പർ വീണ്ടും ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നു. കൺട്രോൾ യൂണിറ്റ്സിൻ്റെ കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം ഡിസ്പ്ലേ ചെയ്യുന്നു. ടോട്ടൽ പോൾഡ് വോട്ട്സ് എത്രയാണ് എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. തുടർന്ന് ഫസ്റ്റ് കാൻഡിഡേറ്റ്സിന് ടോട്ടൽ എത്ര വോട്ട് കിട്ടിയെന്ന് കാണിക്കുന്നു. കാൻഡിഡേറ്റ്സ് 1 വോട്ട്സ് ഇത്ര, കാൻഡിഡേറ്റ്സ് 2 വോട്ട്സ് ഇത്ര, കാൻഡിഡേറ്റ്സ് 3 വോട്ട്സ് ഇത്ര എന്നുള്ള നിലയിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും നോട്ട ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാനാർത്ഥികളുടെയും അവർക്ക് ലഭിച്ച വോട്ടുകൾ എത്രയാണ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഈ ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് 17C നമ്മുടെ പോളിംഗ് സ്റ്റേഷനിലെ 17C പാർട്ട് 2 ഈ കാൻഡിഡേറ്റ്സിന് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള വോട്ടുകളുടെ എണ്ണം അതാത് കോളത്തിൽ രേഖപ്പെടുത്തുക. ഒരു തവണ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വോട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ വീണ്ടും റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് 1 മുതൽ നോട്ട വരെയുള്ള സ്ഥാനാർത്ഥികളുടെ അവർക്ക് ലഭിച്ച വോട്ടുകൾ വീണ്ടും നമുക്ക് റിസൾട്ട് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് കാണാവുന്നതാണ്. 17C പാർട്ട് 2 രേഖപ്പെടുത്താവുന്നതാണ്. 17C പാർട്ട് 2 രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് നൽകിയിട്ടുള്ള വ്യത്യസ്ത കളറുകളിലുള്ള ടാബുലേഷൻ ഡെസ്കിലേക്ക് പോകേണ്ട വ്യത്യസ്ത കളറുകളിലുള്ള ഫോമുകളിൽ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകൾ രേഖപ്പെടുത്തി അതാത് ഉദ്യോഗസ്ഥരുടെ കൈവശം ടാബുലേഷൻ ഡെസ്കിലേക്ക് അയക്കേണ്ടതാണ്. തുടർന്ന് റിസൾട്ടിൻ്റെ എൻഡ് ഡിസ്പ്ലേ ഉണ്ടാകുന്നു. വീണ്ടും ആവശ്യമെങ്കിൽ ഒന്നുകൂടി റിസൾട്ട് ബട്ടൺ അമർത്താവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യം ഉണ്ടായ രീതിയിൽ കമ്പ്യൂട്ടിംഗ് റിസൾട്ട് എന്ന് തുടങ്ങി
എല്ലാ സ്ഥാനാർത്ഥികളുടെയും റിസൾട്ടുകൾ വീണ്ടും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. നമുക്ക് നൽകിയിട്ടുള്ള ഫോമുകളിൽ, റിസൾട്ട് രേഖപ്പെടുത്തേണ്ട ഫോമുകളിൽ കൃത്യമായി ഓരോ സ്ഥാനാർത്ഥികളുടെയും നേരെ വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തി അതാത് കോപ്പീസ് അതാത് ഉദ്യോഗസ്ഥന്മാർ മുഖേന ടാബുലേഷൻ ഡയസിലേക്ക് നൽകേണ്ടതാണ്. കൺട്രോൾ യൂണിറ്റിൽ നിന്നും റിസൾട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിൻ്റെ റിസൾട്ട് സെക്ഷൻ ഇത്തരത്തിൽ ക്ലോസ് ചെയ്ത് ബാക്ക് സൈഡിലുള്ള നേരത്തെ പറഞ്ഞ ടോഗിൾ സ്വിച്ച് പവർ ഓഫ് ചെയ്ത് കൺട്രോൾ യൂണിറ്റ് അതാത് ബോക്സിൽ വെച്ച് തിരികെ അയക്കേണ്ടതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ പവർ ഓൺ ചെയ്യുമ്പോൾ ബാറ്ററി ലോ പെർസെൻറ്റേജ് കാണിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഡിസ്പ്ലേ തീരെ മങ്ങി കാണിക്കുകയാണ് എങ്കിൽ, കൺട്രോൾ യൂണിറ്റിൻ്റെ ബാറ്ററി പവർ പാക്ക് സെക്ഷൻ ഈ ഭാഗം സ്ഥാനാർത്ഥികളുടെ ഏജന്റന്മാരുടെ സമ്മതത്തോടുകൂടി AROയുടെ അനുവാദത്തോടുകൂടി എഞ്ചിനീയർമാരുടെ സഹായത്തോടുകൂടി ഈ പവർ പാക്ക് ഡോറ് ഓപ്പൺ ചെയ്ത് പവർ പാക്ക് പുതിയ ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് റിസൾട്ട് നമുക്ക് എടുക്കാവുന്നതാണ്.